എല്ലാവർക്കും നമസ്കാരം. വിന്നേഴ്സ് റാങ്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ ബാലകൃഷ്ണൻ. നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് ഒരു സ്നാക്കാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്മൈലി ഫേസാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും എല്ലാവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്നാക്ക് ആയിട്ടാണിത്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു 4-5 പീസ് ബ്രെഡ് ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ടതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം, നന്നായിട്ട് ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ടോ പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലപോലെ നന്നായിട്ടത് പൊടിച്ചെടുക്കണം. വലിയ പീസൊന്നും ഉണ്ടാകാൻ പാടില്ല. കഴിവിൻ്റെ പരമാവധി നമ്മളത് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അതില്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂണോളം ഉപ്പ്. ഞാനിപ്പോൾ ഇവിടെ 4 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാവ് ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാലും നമ്മളെ കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കാനും പാടില്ല. ആ ഒരു പാകത്തിനാണ് നമ്മൾ മാവിരിക്കേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ സ്മൈലി അടിപൊളിയായിട്ട് തന്നെ വരും. ഇപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊരു കട്ടിംഗ് ബോർഡിലേക്ക് എണ്ണ തടവി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു പകുതി, ആ ബോളിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ട് ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഈ ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണം, പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഒരേ കനത്തിൽ തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇഡലി പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിന് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മാവ് പറ്റിപ്പിടിക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഈസിയാവും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് നമ്മൾ വീണ്ടും ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിന് നമുക്കൊന്ന് കണ്ണ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളൊരു സ്ട്രോ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കണ്ണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് വായ വരക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വായയും റെഡിയായി വന്നിട്ടുണ്ട്. സെയിം മെത്തേഡിൽ നമുക്ക് ബാക്കിയുള്ള പീസിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനത്തിനൊക്കെ എണ്ണ തടവി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിലൊന്നും പറ്റിപ്പിടിക്കാണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. പിന്നെ പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുക്കണം, ആ ഒരു കാര്യം മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ കട്ടിയിലാണ് ഞാനിപ്പോൾ ഇവിടെ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മാവ് വെച്ചിട്ട് ഞാനിവിടെ കുറേ സ്മൈലി ഫേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ഫ്രീസറിൽ ഒരു 2-3 ദിവസമൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എടുത്തിട്ട് എണ്ണയിട്ട് വറുത്ത് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്മൈലി ഫേസും എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം.
ഒരു 1-2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് കാലിയാവും. നമുക്ക് ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സ്മൈലി ഫേസ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിവിടെ ഇങ്ങനെ എണ്ണയിൽ നിന്ന് ഓടിക്കളിക്കുവാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ സ്മൈലി ഫേസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണ കുറച്ചുകൂടി അബ്സോർബായി പോകും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും. പിന്നെ കാണാനും നല്ലൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും. എണ്ണ പലഹാരം അത്ര നല്ലതൊന്നുമല്ല, പക്ഷേ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കെച്ചപ്പും കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കെച്ചപ്പിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കെച്ചപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ. അത് ഞാൻ അവസാനം അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ല് വരും, അതും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അതിൽ ബെല്ല് പ്രസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഓൾ എന്ന് വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ.